ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ ദൈവത്തിന്റെ വചനത്തെ ഈ മീഡിയയിലൂടെ ഉയർത്തുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകല് നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു സങ്കീർത്തന ഭാഗമാണ് 32-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനം ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പലപ്പോഴും നാം മറ്റ് ലോക മനുഷ്യരെയും മറ്റുള്ളവർ നമ്മളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലോകത്തിങ്ങനെ പറയും, അവരെന്തൊരു ഭാഗ്യമുള്ള ഒരു മനുഷ്യനാണ്, അല്ലെ ഭാഗ്യമുള്ള ഒരു സ്ത്രീയാണ്, ഭാഗ്യമുള്ള ഒരു കുട്ടിയാണ്, ഇങ്ങനെയെല്ലാം പറയും. ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആ ഭാഗ്യമുള്ള എന്ന് പറയുന്ന മറ്റുള്ളവർ പറയപ്പെട്ട ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഭൗതികമായ ഉയർച്ചകളോ നേട്ടങ്ങളോ അതിനെയൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് പരസ്പരം ഭാഗ്യമുള്ളവർ എന്നുള്ള ഒരു പദം ഉപയോഗിക്കുന്നത്. ആ ഭാഗ്യമുള്ളത് എന്ന് പറയാനായിട്ട് അവരുപയോഗിച്ച മാനദണ്ഡം എന്ന് പറയുന്നത് കേവലം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചാ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഭാഗ്യവാനാണ്, അവന്റെ ഭാഗ്യപദവി, അവൻ ഭാഗ്യവാനാണ് എന്ന് പറയുന്നത് സത്യമായി പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. കാരണം വിശുദ്ധ വേദപുസ്തകം അത് സത്യവേദപുസ്തകമായിരിക്കാൻ ദൈവത്തിന്റെ വചനം പറയുന്ന സത്യമായ ആ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് 32-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. ഇങ്ങനെ പറയുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാ ഭാഗ്യവാനെന്ന്. കേവലം മറ്റ് ഭൗതികമായ ഏതൊരു നേട്ടങ്ങളെയും ചൊല്ലി ഭാഗ്യപദവി അവനുണ്ടെന്ന് പറഞ്ഞാലും അതല്ല യഥാർത്ഥത്തിലുള്ള ഭാഗ്യപദവി എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. ഭാഗ്യവാൻ ആരാന്ന് ചോദിച്ചാൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ, ആത്മാവിൽ കപടമില്ലാതെ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ, അവനാണ് ഭാഗ്യവാനെന്ന്. ഈ 32-ാം സങ്കീർത്തനം ആരംഭം മുതൽ അതിന്റെ ഒരു 3ആയിട്ട് നമ്മൾ ആ സങ്കീർത്തനത്തെ തിരിച്ചാൽ ആദ്യത്തെ ഭാഗം യഥാർത്ഥ ഭാഗ്യവാൻ ആരാന്ന് പറയുന്നു. രണ്ടാമത്തെ ഭാഗം ആ ഒരു ഭാഗ്യ പദവി ലഭിക്കാത്ത ഒരു മനുഷ്യന്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് കാണിക്കുന്നു. ഇനി 3-ാമത്തെ ഭാഗ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഭാഗ്യ പദവി, ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു കിട്ടിയ ദൈവത്തിന്റെ മുമ്പാകെ ദൈവം സാക്ഷ്യപ്പെടുത്തുന്ന ഭാഗ്യവാൻ എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ ആത്മീകവും ഭൗതികമായ അനുഗ്രഹം, ദൈവം അവന് കൊടുക്കുന്ന അനുഗ്രഹം എന്തൊക്കെയാണെന്നാണ് 32-ാം സങ്കീർത്തനം പറയുന്നത്. 1, ഞാൻ പറഞ്ഞു ഭാഗ്യവാൻ ആരാണ്. 2, ഈ ഒരു ഭാഗ്യ പദവി, അതായത് ലംഘനവും പാപവും ക്ഷമിച്ച് അകൃത്യം മോചിക്കപ്പെടാത്ത, പാപം മറച്ചു കിട്ടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ യഥാർത്ഥ ജീവിത അനുഭവം എന്താണെന്ന് 32-ാം സങ്കീർത്തനത്തിന്റെ 3-4 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാ പറയുന്നത്: മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ അസ്ഥികൾ ക്ഷയിച്ചു പോകുന്ന അനുഭവം, ഞരക്കം, വേദന, ഒരു സ്വസ്ഥതയില്ലാത്ത അനുഭവം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, അല്ലെ കേൾക്കുന്ന എന്റെ ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ഏത് വ്യക്തി ജീവിതമായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഭാഗ്യപദവി, ദൈവവചനം നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഭാഗ്യപദവിയെ അത് വിശ്വാസത്താൽ ഒരു 10 പൈസ പോലും മുടക്കില്ലാതെ വിശ്വാസത്താൽ നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഭാഗ്യ പദവി നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം എന്തെല്ലാം ലോകപരമായ ഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും ഞരക്കവും വേദനയും സ്വസ്ഥതയും ഇല്ലാത്തൊരു അനുഭവം മാത്രമായിരിക്കും അത് നമുക്ക് ലഭിക്കപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെ ഭാഗ്യം ലഭിക്കപ്പെട്ട, ആത്മാവിൽ കപടമില്ലാതെ പാപം യേശുവിന്റെ രക്തത്താൽ പാപം മറയ്ക്കപ്പെട്ട് കഴുകപ്പെട്ട് കിട്ടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ 3-ാമത് പ്രാരംഭ സമയത്ത് പറഞ്ഞതുപോലെ അതിന്റെ 3-ാമത്തെ ഭാഗം ഇങ്ങനെ പറയുന്നു: അവന് ദൈവമായ കർത്താവ് തരുന്നത് ഭൗതികവും ആത്മീകവുമായ അനുഗ്രഹം. അതിന്റെ ഭൗതിക അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5, 6, 7 മുതലായ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. 1, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. 5-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു: ഞാൻ എന്റെ പാപം യഹോവയോട് ഞാൻ പറയും, അതൊന്നും ഞാൻ മറച്ചു വെക്കാതെ പറയുമെന്ന് പറയുമ്പോൾ അങ്ങനെ അവൻ ദൈവത്തോട് തന്റെ പാപങ്ങൾ ഏറ്റുപറയുക. ഇന്ന് പകലും അനേക വ്യക്തികൾ ജീവിതങ്ങൾ പാപം മറയ്ക്കപ്പെട്ട് യേശുവിന്റെ രക്തത്താൽ പാപം മറയ്ക്കപ്പെട്ട് കിട്ടാത്ത വ്യക്തികൾ, പാപം മറയ്ക്കാനാണല്ലോ മനുഷ്യനെല്ലാം ബന്ധപ്പെടുന്നത്. അപ്പൊ ഈ ലോകത്തിലേക്കും പല കാര്യങ്ങളും സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നതും ഇവിടെ എല്ലാം ഓടി നടക്കുന്ന ഇവന്റെ അകത്ത് കടന്ന് ഇവനെ വിങ്ങല് പോലെ അവനെ ബാധിക്കുന്ന ആ പാപം എവിടെ കൊണ്ടൊന്ന് കഴുകപ്പെടും, അല്ലെ എവിടെ അതിനൊന്ന് ഇറക്കി വെക്കാൻ ഒരിടം, ആരാ പാപം ക്ഷമിച്ചു കിട്ടും. ആ ഒരു ചിന്തയിൽ നെട്ടോട്ട് ഓടുമ്പോൾ പലപ്പോഴും മനുഷ്യൻ ചെന്നെത്തുന്നത് പല വഞ്ചിക്കപ്പെടുന്ന അനുഭവങ്ങളും സത്യമല്ലാത്ത അനുഭവങ്ങളിൽ ചെന്നെത്തി ഒരിക്കലും പിന്നെയും പാപം മറയ്ക്കപ്പെട്ട് കിട്ടുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഈ നിഷ്കളങ്ക രക്തം
മനുഷ്യന്റെ പാപക്കറകളെ കഴുകിക്കളയാൻ പര്യാപ്തമായിരിക്കാൻ ഏതൊരു വ്യക്തിയും ഇന്ന് പകൽ ഈ സന്ദേശം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഈ സുവിശേഷം കേൾക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് തരുന്നത് ഏത് വിഭാഗത്തിലും പെട്ട ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചോ, നമുക്ക് ചിന്തിക്കുവാനും ബുദ്ധിയും അറിവും പ്രാപ്തിയുമുണ്ടോ, അവൻ പാപിയാണ്. ആ പാപത്തിന്റെ കഴുകൽ യഥാർത്ഥമായ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടെങ്കിൽ ആ യേശുവിനോട്, കർത്താവിനോട്, ദൈവത്തോട് തന്റെ പാപം ഏറ്റുപറഞ്ഞാൽ ഈ ഭൂമിയിലും സംരക്ഷണം, ഉയരത്തിലും ഒരു ആത്മാവിന്റെ നിത്യത. ഇതാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ഉറപ്പെന്ന് പറയുന്നത്. ആ 7-ാമത്തെ വാക്യം ഇങ്ങനെ, 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ ലോകത്തിൽ ഒരു ഭക്തനും യേശുവിൽ വിശ്വസിക്കുന്നവനും അഥവാ ഇങ്ങനെ പാപക്കറകൾ കഴുകപ്പെട്ട ഒരു വ്യക്തിക്കും അല്ലാത്ത വ്യക്തികൾക്കും ഇവർക്കെല്ലാം വിഷയങ്ങൾ വരും. പെരുവെള്ളം കവിഞ്ഞു വരും പോലെ വിഷയങ്ങൾ വരും. പെരുവെള്ളത്തിന്റെ പ്രത്യേകത അത് എപ്പോൾ വരും, എവിടെ നിന്ന് വരും, ഇതൊന്നും നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും പെരുവെള്ളം പോലെ നമ്മെ തകർത്ത് തരിപ്പണമാകത്തക്ക വിധം വിഷയങ്ങൾ കടന്നു വരുന്നത്. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പെരുവെള്ളം പോലെ വിഷയങ്ങൾ കയറി വന്നാലും അവനൊരു മറവിടമുണ്ട്. അതെ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, നീ എനിക്ക് മറവിടമാകുന്നു. ഇങ്ങനെ പെരുവെള്ളം കവിഞ്ഞ് കയറി വരുമ്പോൾ അവന് ഒരു മറയുണ്ട്. അവനും ആ വിഷയത്തിനും മധ്യേ ഒരു മറവിടമുണ്ട്, അഥവാ ഒരു മറയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പെരുവെള്ളത്തിന്റെ ശക്തി മുഴുവനായി അവൻ ഏക്കത്തില്ല. എന്നാൽ ഈ ഒരു ഭാഗ്യപദവി പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അകൃത്യം മോചിച്ച് പാപം മറച്ചു കിട്ടാത്ത ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഏത് നിമിഷവും കടന്നു വരുന്ന പെരുവെള്ളം ചിലപ്പോൾ അവനെയും കൊണ്ടുപോകാം. കാരണം അവനൊരു മറവില്ല. ആ പെരുവെള്ളത്തെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു ശക്തി അവന് മറവായിട്ടില്ല. എന്നാൽ അകൃത്യവും പാപവും ലംഘനവും മോചിക്കപ്പെട്ട യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ നാമത്താൽ മോചിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അവൻ ഉറപ്പുണ്ട്. ഏത് വിഷയം അവന്റെ നേരെ കടന്നു വരെ അവർക്ക് വിഷയം വരത്തില്ല, കഷ്ടത വരത്തില്ലെന്ന് ദൈവം പറയുന്നില്ല. എന്നാൽ ഏത് നിമിഷവും ഈ പെരുവെള്ളം വന്നാലും അവന് മധ്യേ അവനെ സംരക്ഷിക്കുന്ന ഒരു മറവിടമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിന്റെ മുഴുവൻ നമുക്ക് കേൾക്കാതെ അത് നമുക്കും ആ വിഷയത്തിനും മധ്യേ ഒരു സങ്കേതം, ഒരു മറവ് കർത്താവിന്റെ കരമ. അങ്ങനെ ഒരു ഉറപ്പുള്ള ഒരു കൂട്ടർ ഇന്നും ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിൽ അത് ഇങ്ങനെ ഈ ഒരു ഭാഗ്യപദവിയിലുള്ള ജനം മാത്രമാ അങ്ങനെ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ വേഗം പറഞ്ഞു പോകട്ടെ, ഇങ്ങനെ ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു സംരക്ഷണം ദൈവം നമുക്ക് തരുമെങ്കിൽ അടുത്ത ഒരു തലം നമുക്ക് ദൈവത്തിന്റെ വചനം ഇങ്ങനെ ഒരു ഭാഗ്യപദവി ലഭിക്കപ്പെട്ട ഒരു മനുഷ്യന് കൊടുക്കുന്ന അടുത്ത ഒരു തലം എന്ന് പറയുന്നത് ഈ ഒരു ഭൗതിക തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അതിനേക്കാളും 9-ാമത്തെ വാക്യം, 32-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്, അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. ദൈവത്തിന്റെ വചനം തരുന്ന ഒരു വലിയ മുന്നറിയിപ്പ്. കാരണം ഒരു ഭക്തനാണെങ്കിലും ഒരു ദൈവവൈദ്യനാണെങ്കിലും അവൻ ഏറ്റുപറയാത്ത പാപങ്ങൾ ആ വ്യക്തിയിൽ മറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും. കുതിരയെ സംബന്ധിച്ച് നമുക്കറിയാം, വളരെ ശക്തിയുള്ള ഒരു മൃഗം. ഒരു മൃഗത്തിനും മറ്റൊരു മൃഗത്തിനും ഓടിത്തോൽപ്പിക്കാൻ പറ്റാത്തവണ്ണം അതിവേഗതയിൽ, ശരവേഗതയിൽ പായുന്ന ഒരു മൃഗമാണ് കുതിരയെന്ന് പറയുന്നത്. ആ കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയാണെങ്കിൽ അതിന് ഓടിപ്പോകാൻ പറ്റാത്ത ഒരു മേഖലയില്ല. ഏത് കുന്നും അല്ലെങ്കിൽ എത്ര ദുർഘടം പിടിച്ച പാതകളും ശരവേഗം പാഞ്ഞു പോകാൻ ഒരു കുതിരയ്ക്ക് കഴിയും. പക്ഷെ അത്ര ശക്തിമത്തായ ഒരു കുതിരയെയും ഒരു മനുഷ്യന് നിയന്ത്രിക്കാം. എങ്ങനെ? ഒരു കടിഞ്ഞാണ് കൊണ്ട് നിയന്ത്രിക്കാം. ഇങ്ങനെ നമ്മൾ ആ ഒരു ചിത്രത്തെ ഇങ്ങനെ പാപങ്ങൾ ഏറ്റുപറയപ്പെടാത്ത ഒരു ഭക്തൻ അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാപങ്ങൾ ഏറ്റുപറയാതെ കിടപ്പുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു ചിത്രത്തോട് ഉപമിക്കാം. ഒരു കടിഞ്ഞാൺ അവന്റെ മേലുണ്ട്. അത് ആരാ കടിഞ്ഞാൺ പിടിച്ചിരിക്കുന്നറിയാവോ? ഈ പൈശാചിക ശക്തികൾ. എത്ര ശക്തിയോടെ നാം ഓടിപ്പോയാലും പിറകിൽ നിന്ന് ഒരു കടിഞ്ഞാണ് പോലെ പിടിച്ചു വലിക്കുവാൻ ഈ പാപത്തിന്റെ ഏറ്റുപറയപ്പെടാത്ത അല്ലെങ്കിൽ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാത്ത പാപങ്ങൾ മറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് ഒരു കടിഞ്ഞാൺ പോലെ നമ്മെ ഒതുക്കുന്ന ഒരു കാര്യവും കൂടിയാണെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായ മുന്നറിയിപ്പ് തരികയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ മുഴുവൻ ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞുകൊണ്ട്, അതിനെ കാണിച്ചു തരുവാൻ പറഞ്ഞുകൊണ്ട്, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടാൽ നമ്മുടെ മുമ്പാകെ തുറന്നു കിടക്കുന്ന ഒരു ആത്മമണ്ഡലം എന്ന് പറയുന്നത് വിശാലമാണ്. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കിയിട്ട് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന. കഴുകന്റെ മുമ്പാകെ ആകാശം വിശാലമായിട്ട് കിടക്കുക, അവിടെ അതിരുകളില്ല. ആ കഴുകന് പറന്ന് ഉയർന്നു പോകാൻ അതിരുകളില്ല. അതുപോലെ ഒരു കുതിരയെ സംബന്ധിച്ച് അവന്റെ മുമ്പാകെ വഴി വിശാലമായിട്ട് കിടക്കുക, ദുർഘടങ്ങൾ അവനൊരു വിഷയമേ അല്ല.
അതുപോലെ ഈ പക്ഷിയോടും ഈ മൃഗത്തോടും ഒരു ഭക്തനെ നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ, ഇങ്ങനെ കടിഞ്ഞാൻ പിശാചിന്റെ കയ്യിൽ അവനൊരു അവകാശം പറയാനില്ലാത്ത വണ്ണമുള്ള ഒരു കഴുകൽ ഭാഗ്യപദവിയിൽ ജീവിക്കുന്ന ഒരു ഭക്തന് ഇതായിരിക്കും ഒന്നിനും അവനെ പിടിച്ചൊതുക്കാനോ അതിനെ സ്വാധീനിക്കാനോ കഴിയത്തില്ല. ഇങ്ങനെ ഒരു ഭാഗ്യപദവി, ഇതാണ് യഥാർത്ഥ ഭാഗ്യപദവി എന്ന് പറയുന്നത്. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം നമുക്ക് വിടുതലായി മാറട്ടെ. ഈ ദൈവവചനം ഇത്രത്തോളം, ദൈവവചനം കൂടാതെ ഒരു ഭക്തന് ഒരിക്കലും അവന്റെ വിശ്വാസ ജീവിതം, അവന്റെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല, ജയകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. വചനം കൂടാതെ, വചനമില്ലാതെ നാം ഉയർന്നുയർന്ന് എത്ര ഉയർന്നു പോയാലും എവിടെയെങ്കിലും ഒരു വള്ളി, ഒരു കടിഞ്ഞാൻ കിട്ടിയാൽ ആ ഉയർച്ചയിൽ, അത്ര ഉയർച്ചയിൽ നിന്ന് പിടിച്ച് താഴെ വലിച്ചിട്ട് തകർക്കുവാൻ നമ്മുടെ എതിരാളിക്ക്, നമ്മുടെ എതിരെ നിൽക്കുന്ന പൈശാചിന് കഴിയും. അതിനാൽ ഈ ഒരു ഭാഗ്യപദവി, അകൃത്യം, ലംഘനം മോചിക്കപ്പെട്ട്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാൽ, ഇങ്ങനെയുള്ളൊരു ഭാഗ്യപദവി ഈ വചനം അനുഷ്ഠിക്കുമ്പോൾ, ഈ വചനം നമുക്ക് തരുന്ന ആ വലിയ ഉറപ്പ്, ഈ ഭൂമിയിലെ സംരക്ഷണവും വിഷയങ്ങളും ഭാരങ്ങളും ഏത് നിമിഷം വന്നാലും വിഷയം വന്നാൽ അത് നമുക്ക് മധ്യേ ഒരു മറവ് നമ്മുടെ കർത്താവിന്റെ കരം തന്നെ. അതുപോലെ തന്നെ ആത്മലോകവും ആത്മമണ്ഡലവും അവിടെ ഉള്ള ഉയർച്ചകളും ആ ഒരു വിശാലതയും അത് ഒരു കതിരയെ പോലെയും കഴുകനെ പോലെയും നമ്മെ നയിക്കുന്ന ആത്മശക്തി കൊണ്ട് നിറയ്ക്കുവാനും ദൈവമായ കർത്താവ് ശക്തനായിരിക്കാൻ ഈ ഒരു ദൈവത്തിന്റെ വചനം നമുക്ക് ബലമായി വിടുതലായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ ഒരു വചനത്തെ ഇവിടെ ഉപസംഹരിക്കും. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.